അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തോളുള്ള ഓപ്ഷനും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് വഴി നമ്മളെ അറിയിക്കുക. ജീവിത പങ്കാളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മിക്ക ആളുകൾക്കും കഴിയുന്നില്ല. ഉപഭോക്തൃ സംസ്കാരം എല്ലാം വാണിജ്യവൽക്കരിച്ചു കഴിഞ്ഞു. മനുഷ്യബന്ധങ്ങളും അതിൽ നിന്ന് മുക്തമല്ല. എല്ലാ കാര്യങ്ങളെയും കൂട്ടിയും കുറച്ചും ലാഭനഷ്ടങ്ങൾ നോക്കിയും തീരുമാനിക്കുന്നു. വരുമാനവും ചെലവും ലാഭനഷ്ടവും പരിഗണിക്കാതെ ആർക്കും ഒരു ജോലിയും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ന് സംഖ്യകൾ എല്ലാത്തിനെയും ഭരിക്കുന്നു. ജീവിതത്തില് ഒരു താങ്ങായും തണലായും പങ്കാളിയായും കൂട്ടുകാരിയായും ഭാര്യയായും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ജീവിത പങ്കാളിയെ പോലും വാണിജ്യ മനസ്സോടെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിവാഹം പോലും ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. എന്നാൽ വിവാഹത്തെ കുറിച്ചുള്ള ഖുർആനിക ആശയം സ്നേഹം, കാരുണ്യം, വാത്സല്യം എന്നിവയുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അർ-റൂമിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അവരോടൊത്ത് നിങ്ങൾ ആശ്വാസം കൊള്ളുന്നതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹത്തെയും കരുണയെയും അവൻ ഉണ്ടാക്കി തന്നു. നിശ്ചയം ചിന്തിക്കുന്നവർക്കിതിൽ ദൃഷ്ടാന്തമുണ്ട്. സ്നേഹമെന്ന വാക്ക് മനോഹരമാണ്. അത് പ്രേക്ഷകരിൽ കൗതുകമുണ്ടാക്കുന്നു. എല്ലാവരും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് സ്നേഹം നൽകാൻ വിസമ്മതിക്കുന്നവർ പോലും അത് കിട്ടാൻ ആഗ്രഹിക്കുന്നു. കുടിവെള്ളം അതിജീവനത്തിനു അത്യാവശ്യമായിരിക്കുന്നത് പോലെ സാമൂഹിക ബന്ധങ്ങളുടെ നിലനിൽപ്പിന് സ്നേഹം അത്യാവശ്യമാണ്. സ്നേഹം ഹൃദയവാതിലിന്റെ താക്കോലാണ്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്തവരെ സ്നേഹപ്രവൃത്തി കൊണ്ട് കീഴടക്കാനാവും. സ്നേഹത്തിന് അതിരുകളില്ല. അതിന്റെ ശക്തി അളക്കാനാവാത്തതാണ്. നമ്മൾ ചെലവഴിക്കുമ്പോൾ മറ്റു പലതും കുറയുന്നു. എന്നാൽ സ്നേഹത്തിന്റെ അവസ്ഥ നേരെ വിപരീതമാണ്. എത്ര ചെലവഴിച്ചാലും കൂടുകയല്ലാതെ കുറയില്ല. നിങ്ങള് നൽകുന്നതിനേക്കാൾ കൂടുതൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതിനാൽ നിങ്ങൾ സ്നേഹിക്കണം. പകരമായി നിങ്ങൾക്ക് അതിരില്ലാത്ത സ്നേഹം തിരിച്ചു കിട്ടും. സ്നേഹത്തിനു വേണ്ടി എല്ലാവരും എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ്. സ്നേഹത്തിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആരും വെറുതെയായി കണക്കാക്കുന്നില്ല. അത് അതിരില്ലാത്ത സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുന്നു. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് അസുഖം ബാധിച്ച് ഒരു ഉമ്മാക്ക് ദിനരാത്രങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടാലും അവർ ആരോടും അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല. അതുപോലെ ആ കുട്ടിക്ക് അസുഖം മാറി സുഖം പ്രാപിക്കുമ്പോൾ അവർക്കനുഭവപ്പെടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ നിമിഷം കഴിഞ്ഞ ദിവസങ്ങളിലെ കഷ്ടപ്പാടുകളെല്ലാം അവർ മറക്കും. അതാണ് കാരുണ്യത്തിന്റെ അവസ്ഥ. അതിന്റെ ശക്തി അപാരമാണ്. മനുഷ്യബന്ധങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണിത്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും പവിത്രമായ വികാരം കൂടിയാണിത്. സ്നേഹത്തിന്റെ അഭാവത്തിൽ മനുഷ്യ മനസ്സുകൾ മരുഭൂമികളായി മാറുന്നു. മനുഷ്യ മനസ്സിലെ ഏറ്റവും സവിശേഷമായ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വികാരമായിരിക്കണം വിവാഹത്തിന്റെ അടിത്തറയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് ഭൗതിക മാനദണ്ഡങ്ങൾ അതിൽ ബാധകമല്ലാത്തത്. ഗണിതശാസ്ത്രത്തിൽ ഒന്നും കൂടിയാൽ രണ്ടായി മാറുന്നു. എന്നാൽ വിവാഹ വിഷയത്തിൽ ഖുർആനിക ആശയം അങ്ങനെയല്ല.
ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറഞ്ഞതുപോലെ അവിടെ അത് ഒരു വലിയ ഒന്നായി മാറുന്നു എന്നാണ്. വിവാഹമെന്നത് രണ്ട് ജീവനുകൾ ലയിച്ച് ഒന്നാവുന്ന വളരെ സൂക്ഷ്മമായ ഒരു പ്രക്രിയയാണ്. രണ്ടു നദികൾ സംയോജിച്ചൊരു മഹാനദിയായി മാറുന്നത് പോലെ രണ്ടുപേർ ഒന്നായി ഒരു ജീവനായി മാറുമ്പോൾ ഖുർആനിന്റെ വിവരണം പൂർത്തിയാവുന്നു. അവർ നിങ്ങളുടെ വസ്ത്രവും നിങ്ങൾ അവരുടെ വസ്ത്രവുമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദമ്പതികളെ വസ്ത്രത്തിനോട് ഉപമിച്ചിട്ടുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ എന്ന പദം സാധാരണയായി ദമ്പതികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന വിവാഹത്തിൽ ഭർത്താവും ഭാര്യയും ഇല്ല, മറിച്ച് പങ്കാളികൾ മാത്രമേയുള്ളൂ. അള്ളാഹുവാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചത്. അവരിൽ നിന്ന് നിങ്ങൾക്കവൻ മക്കളെയും പേരമക്കളെയും നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. അവൻ നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു, അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. ഇരുവരിൽ നിന്നുമായി അവൻ ലോകമെമ്പാടും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിച്ചു. പുരുഷൻ ഭരിക്കുന്നവനും സ്ത്രീ അന്ധമായ അനുയായിയുമാണ്. അവന് എന്തു വേണമെങ്കിലും ചിന്തിക്കാനും എന്തും പറയാനും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാനും കഴിയും. അവൾ എല്ലാം സ്വീകരിക്കണം, പരാതികൾ പറയാതെ സഹിക്കണം, ചോദ്യം ചെയ്യാതെ പിന്തുടരണം, ഒരു അഭിപ്രായവും പറയരുത്. പരിശുദ്ധ ഖുർആൻ ഇത്രയും അപരിഷ്കൃതവും പ്രാകൃതവുമായ പുരുഷാധിപത്യ പ്രത്യാശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല. പുരുഷൻ ഭരിക്കുന്ന ഭർത്താവും സ്ത്രീ ഭരിക്കപ്പെടുന്ന ഭാര്യയുമല്ല, മറിച്ച് അവർ സ്നേഹിക്കുകയും സഹകരിക്കുകയും പങ്കാളിയായി ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യേണ്ട ദമ്പതികളാണ്. ദമ്പതികൾ എന്ന ഖുർആനിന്റെ പ്രയോഗം അത് മുന്നിൽ വെക്കുന്ന ജീവിത രീതിയുടെ യഥാർത്ഥ പ്രതിനിധാനമാണ്. പരസ്പരം അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ വിവാഹം അർത്ഥപൂർണമാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരിൽ അവകാശമുണ്ട്. കൂട്ടുകാരി, കാമുകി, ഭാര്യ എന്ന നിലക്കൊക്കെ സ്ത്രീകൾക്ക് അവരുടെ ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹവും വാത്സല്യവും ദയയും കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങൾക്ക് അവരെ വെറുപ്പുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യം നിങ്ങൾക്ക് വെറുപ്പായിരിക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നു തന്നെ ഒരുപാട് നന്മകളെ നിക്ഷേപിച്ചിട്ടുണ്ടാകാം. പ്രവാചകൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ്. സദ്വൃത്തന് മാത്രമേ അവരെ ബഹുമാനിക്കുകയുള്ളൂ, നിന്ദ്യന്മാരല്ലാത്ത അവരെ നിന്ദിക്കുകയില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ തന്റെ സ്വഹാബികളോട് പറഞ്ഞു, ഒരു വിശ്വാസിയായ പുരുഷന് വിശ്വാസിനിയായ സ്ത്രീയെ വെറുക്കരുത്. അവരുടെ ഒരു ഗുണം അവനിക്കിഷ്ടപ്പെടാത്തതാണെങ്കിൽ അവളുടെ മറ്റൊരു ഗുണം അവനിക്കിഷ്ടപ്പെട്ടേക്കാം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.